എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് അടിപൊളി അപ്ലിക്കേഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത്. ഇതിൽ ആദ്യത്തെ അപ്ലിക്കേഷനിൽ നമുക്ക് പേടിഎം വാലറ്റിലേക്കും അതുപോലെ തന്നെ ആമസോണിലോട്ടും റെഡിയും കോഡ് ഒക്കെ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്, ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ വിഡ്രോ ചെയ്യാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ അപ്ലിക്കേഷനിൽ ഒരു വർക്കും വരുന്നില്ല, സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് എമൗണ്ട് കിട്ടുന്നുണ്ട്. അതപ്പോൾ തന്നെ നമുക്ക് UPIയിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരാളെ റെഫർ ചെയ്യുന്നതിന് 100 രൂപയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആരും വെറിഡ് ആവേണ്ട, ഷുവറായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ പരിചയപ്പെടുത്തുന്ന അപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് ക്യാമ്പയിൻസ് എല്ലാം ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലൂട്ട് 1 എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് ഒരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് 500 കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ചുകൂടെ കോയിൻസ് ഏൺ ചെയ്താൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ താഴെ രണ്ടാമതായിട്ട് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാടധികം ഓപ്ഷൻസിലേക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിന് മുമ്പ് അപ്ലിക്കേഷൻ്റെ ഹോമിലായിട്ട് ഒരുപാടധികം ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഗെയിമൊന്നും കളിക്കേണ്ട ആവശ്യം വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആഡ് വരും. ആ ഒരു ആഡ് നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്യാൻ നേരം ഇതുപോലെ എന്താ പറയുക, ക്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ആഡ് വരുന്നതായിരിക്കും. ആ ഒരു ആഡ് ക്ലോസ് ചെയ്യുമ്പോൾ 5 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താ പറയുക, ഗെയിംസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള റിവാർഡ്സിൻ്റെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റിയ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, പ്ലേ ടൈം ഗെയിംസ് എന്ന് പറയട്ടെ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം പെർമിഷനും കാര്യങ്ങളൊക്കെ എന്താ പറയുക, അലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഗെയിംസ് ആണ്. ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കോയിൻസ് കിട്ടുന്നത്. ചിലപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കുന്ന ടാസ്ക് വരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്ലേ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വരാം. അതിനുശേഷം മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മൈ ആപ്സ് എന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അപ്ലിക്കേഷൻ ഈ ഒരു സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് വേണം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ചെയ്തിട്ട് ഗെയിം പ്ലേ ചെയ്യുക. ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടാസ്കിൽ എത്ര കോയിൻസ് ആണോ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ടോട്ടൽ കോയിൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചേർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ടൈമിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷനിലെ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ടാസ്ക് വരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരുപാടധികം ഓഫർ വാൾസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും അത്യാവശ്യം അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ അദാനി 1 അതുപോലെ തന്നെ സ്റ്റോഗ്രോ എന്ന് പറഞ്ഞ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് അഡ്വർടൈസിംഗ് ഐഡിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള അപ്ലിക്കേഷനിലൊക്കെ അതിൻ്റെതായ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. ഇനി താഴെ നോക്കുവാണെങ്കിൽ ലക്കി വീൽ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സ്പിന്ന് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 കോയിൻസ് ഉണ്ടായിരിക്കണം. നമ്മളെ വാലറ്റിൽ 5000 കോയിൻസ് കൊടുത്താലേ നമുക്ക് ഈ ഒരു സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പിന്നിൽ കൊടുത്തിട്ടുള്ളത് റെഡിയും കോഡ് അതുപോലെ തന്നെ ആമസോൺ വൗച്ചർ പിന്നെ ഫ്ലിപ്കാർട്ട് അതിലോട്ടൊക്കെയാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 കോയിൻസ് എന്താ പറയുക അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് വീഡിയോസ് വാച്ച് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നത് 10 കോയിൻസ് വെച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരാളെ റെഫർ ചെയ്യുന്നതിന് 250 കോയിൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഈ ഒരു അപ്ലിക്കേഷൻ ത്രൂ 250 കോയിൻസ് ഏൺ ചെയ്യണം. എങ്കിലേ നമുക്ക് ആ ഒരു റെഫറിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റെഫറും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. മാക്സിമം ആ ഒരു പ്ലേ ടൈമിൻ്റെ ആ ഒരു സെക്ഷൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോയിൻസിനെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ബോട്ടിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
ഇനി നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഔട്ട് എന്ന് പറയട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പേടിഎം അതുപോലെ തന്നെ ആമസോൺ റെഡീം കോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പേടിഎമ്മിലോട്ട് മിനിമം റെഡീമായിട്ട് വരുന്നത് 1000 കോയിൻസ് ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 രൂപയാണ്. പിന്നെ 2500 കോയിൻസിന് 25, 5000 കോയിൻസിന് 50, 7500 കോയിൻസ് ഉണ്ടെങ്കിൽ 75 രൂപ വിഡ്രോ ചെയ്യാം. 10000 കോയിൻസിന് 100 അങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷനിലും സെയിം വിഡ്രോൽ ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ആപ്ലിക്കേഷൻ നോക്കാം. ആ ഒരു ആപ്ലിക്കേഷൻ ആരും തന്നെ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലൂട്ട് 2 എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. യൂസ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിനു ശേഷം OTP വരും, അതോടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം എല്ലാ പെർമിഷനും അലൗ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയട്ടെ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം താഴെയായിട്ട് 10 രൂപയാണ് കിടക്കുന്നത്. ഇത് നിങ്ങൾ 1 രൂപ ആക്കി കൊടുക്കുക, അതായത് ആ ഒരു 0 കളയുക. അതിനുശേഷം താഴെയായിട്ട് പ്രൊസീഡ് ടു ബൈ എന്ന് പറഞ്ഞിട്ട് കാണാം. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആരും തന്നെ മിസ് ചെയ്യരുത്. ഇതിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പാൻ കാർഡ് നമ്പർ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ഇഷ്യൂ വരുന്നില്ല. സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതുപോലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് 1 രൂപ ഒന്ന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെറും 1 രൂപ മാത്രം നമുക്ക് പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗൂഗിൾ പേ, അതുപോലെ തന്നെ എന്താ പറയുക പേടിഎം, ഫോൺ പേ വഴിയൊക്കെ നമുക്ക് ഇതിലോട്ട് എമൗണ്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ആഡ് ചെയ്യുക. 1 രൂപ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൈ റിവാർഡ്സ് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് റാൻഡായിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 6 രൂപയാണ്. അത് നിങ്ങൾ നോക്കേണ്ട. 100 രൂപയ്ക്ക് കിട്ടിയവരുണ്ട്, അതുപോലെ തന്നെ 250 രൂപ വരെ കിട്ടുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടിയാലും അതപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. ഇതുകൂടാതെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി മുകളിലായിട്ട് ആഡ് UPI അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് നിങ്ങൾ ബൈൻഡ് ചെയ്യുക, അതായത് നിങ്ങൾ UPI ഐഡിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലോട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ റിസീവ് ആവുന്നതായിരിക്കും. അതായത് നമുക്ക് സൈൻ അപ്പ് ബോണസ് കിട്ടിയ ഒരു എമൗണ്ടും അതുപോലെ തന്നെ നമ്മൾ റെഫർ ചെയ്തിട്ട് കിട്ടുന്ന ഒരു 100 രൂപയും നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു UPI ഐഡിയിലോട്ട് അവർ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഒരു 10 പേരെ റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 1000 രൂപ കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ റെഫർ ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ വേറൊരു അക്കൗണ്ടാണ്. ഇതിലാണ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴെ കൊടുത്തിട്ടുള്ള മൈ റിവാർഡ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഒരാളെയാണ് റെഫർ ചെയ്തത്. അപ്പോൾ 100 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യുക. നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും റെഫർ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് 100 രൂപ വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലായിട്ട് ഒരു ഗിഫ്റ്റ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്, റെഫർ ആൻഡ് ഏൺ എന്ന് പറയട്ടെ. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം റെഫർ ചെയ്യുക. നമ്മൾ അതായത് ഇതിലോട്ട് നമ്മൾ സൈൻ അപ്പ് ചെയ്തില്ലേ, അതേ സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് ചെയ്യാനായിട്ട് പറയാം. അപ്പോഴേ നമുക്ക് ഈ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതായത് പാൻ കാർഡ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ 1 രൂപ പേ ചെയ്യുക. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 100 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ദിവസം പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് ഷുവർ ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. അതിനുശേഷം നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡേറ്റും ടൈമും ചെക്ക് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് എല്ലാം ഷുവർ ആയിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.